നിങ്ങളറിഞ്ഞോ വീട്ടിലുണ്ടാക്കാം തെങ്ങിന്റെ കല്ലിന് വീട്ടിലുണ്ടാക്കാം. അപ്പൊ എന്റെ പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിന്റെ കല്ല് എങ്ങനെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാന്നാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്നും തെങ്ങിന്റെ കല്ല് മിസ് ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കും വേണ്ടിയാണ്. അപ്പൊ നമുക്കിത് എന്തായാലും തയ്യാറാക്കി നോക്കാം. അതിനാവശ്യം വേണ്ട സംഭവം തേങ്ങാവെള്ളം കരിക്കും വെള്ളം. ഇത് നമ്മുടെ ഇവിടെ ലിറ്റിലും ടെസ്കോയിലും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഇത് 1 ലിറ്റർ ആണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ട പാത്രം. അപ്പോൾ ഇത്രയും സാധനം വെച്ചാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്ന കാര്യം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ബട്ടൺ അമർത്തിയിട്ടാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇനി തൊട്ട് അങ്ങോട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും. നേരെ നമുക്ക് ഇതിലോട്ട് വയ്ക്കാം. കരിക്കും വെള്ളം ഇതുപോലെ അങ്ങോട്ട് ഒഴിക്കുക. ഇതിപ്പോൾ 1 ലിറ്റർ ആണ് എടുത്തേക്കുന്നത്. അതിലോട്ട് നമുക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര, 1 2 3 4. ഇപ്പം 3 പറഞ്ഞിട്ട് 4 ഇട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഇച്ചിരി മധുരം കൂടുന്നേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് പക്ഷേ കൂടാൻ പാടില്ല കേട്ടോ. ഈസ്റ്റ് നമുക്ക് 2 മതി, 2 ടീസ്പൂൺ മതി. 1 അങ്ങനെ 2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഏകദേശം ഒരു കള്ളിൻ്റെ കളറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇളക്കിൻ്റെ ഗുണം പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന കളർ. അപ്പം ഇതിപ്പം കള്ളിൻ്റെ പോലത്തെ കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പക്ഷെ ഇത് കള്ളായിട്ടില്ല. കള്ളാകാൻ വേണ്ടി നമുക്ക് 24 മണിക്കൂറത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഇത് പക്ഷേ ഇനിയിപ്പം കള്ളാകുമെന്ന് തന്നെ നമുക്ക് സംശയമാണ്. എന്തായാലും നോക്കാം. കാര്യം ഇവിടെ ഇപ്പൊ തണുപ്പ് കാലം ആയതുകൊണ്ട്, തണുപ്പ് കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 24 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ 48 മണിക്കൂർ ചിലപ്പം പോയേക്കാം. എന്തായാലും നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇത് നോക്കാം. അപ്പൊ കള്ളായോ ഇനിയിപ്പം പുളിവെള്ളം ആയോ ഇനി വേറെ എന്തെങ്കിലും വെള്ളം ആയോ നമുക്ക് എന്തായാലും 24 മണിക്കൂറിന് ശേഷം നമുക്ക് എന്തായാലും അറിയാം. 24 hours later. പേര് കേട്ട തറവാടി പോക്കിരയ്ക്കു തെമ്മാടി പിന്നിലേ സത്യമേ സോമകന്യകേ. ഇപ്പൊ നമ്മൾ ഇന്നലെ കള്ളാകാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് കള്ളായോ ഇല്ലെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാണ്. 24 മണിക്കൂറായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് ഇത് കള്ളായോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. നമുക്ക് എന്തായാലും നോക്കാം, തുറന്നു നോക്കാം. ചിലപ്പോൾ മൂക്കിലോട്ട് കള്ളിന്റെ ഗ്യാസ് അതൊന്നും അടിച്ചു കയറുന്നില്ല. മണമൊക്കെ ഉണ്ട്, കള്ളിന്റെ മണം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചീസ്. അടിപൊളി സംഭവം. കറക്റ്റ് കള്ളിന്റെ ടേസ്റ്റ് എന്നല്ല, കള്ള് തന്നെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇച്ചിരി പഞ്ചസാരയുടെ കുറവുണ്ട്. 1 സ്പൂണ് പഞ്ചസാര ഇടേണ്ടതായിരുന്നു. ആ ഒരു ചെറിയ മധുരത്തിന്റെ കുറവേ ഉള്ളൂ. അപ്പം അടുത്ത തവണ റെഡിയാക്കാൻ നേരത്തെ നമ്മൾ പരിഗണിക്കും. ബാക്കിയെല്ലാം സെറ്റാണ്, ഒരു രക്ഷയില്ല. കറക്റ്റ് കള്ളാണ്. ഇത് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കാൻ കാര്യം തന്നെ അപ്പത്തിന്റെ അകത്ത് ചേർക്കാൻ വേണ്ടിയാണ്. ഒരു കള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയാണ്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ പരീക്ഷണം സക്സസ്. അങ്ങനെ നമ്മുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. ഇത്രയും നാളെ നമ്മുടെ കൂടെ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. അപ്പം ഇത്രയും കള്ളുണ്ട്, ഇതുകൊണ്ട് ഇനി അപ്പം ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ടാറ്റാ.